നമസ്കാരം. എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ ഇരുമ്പുവടി ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്താൻ പ്രകോപനമായത് കളിയാക്കലാണെന്നാണ് പ്രതി ഋതു ജയന്റെ മൊഴി. തന്നെയും തന്റെ വീട്ടുകാരെയും വേണുവും കുടുംബവും കളിയാക്കിയെന്നാണ് ഋതു ആരോപിക്കുന്നത്. അയൽവാസികളുടെ കളിയാക്കൽ തനിക്ക് സഹിക്കാനായില്ലെന്നും അതുകൊണ്ടാണ് അതിക്രമത്തിന് മുതിർന്നതെന്നുമാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഋതു ഇപ്പോൾ വടക്കേക്കര പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കൊലപാതകം നടത്തിയ സമയത്ത് ഋതു ലഹരിയിലായിരുന്നില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വ്യാഴാഴ്ച രാത്രി ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കൊലപാതക ശേഷം ജിതിന്റെ ബൈക്കിൽ കൂസലില്ലാതെ യാത്ര ചെയ്ത ഋതുവിനെ കൂട്ടുകാട് വെച്ച് പോലീസ് തടഞ്ഞു നിർത്തുകയായിരുന്നു. സിഗരറ്റ് കത്തിച്ച് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിനായിരുന്നു പോലീസ് കൈകാണിച്ചത്. ബൈക്ക് നിർത്തി ഇറങ്ങി വന്ന ഋതു ഒരു കൂസലുമില്ലാതെ താൻ 4 പേരെ കൊന്നുവെന്ന് പോലീസിനോട് പറയുകയായിരുന്നു. എന്നാൽ കമ്പിവടി, കത്തി എന്നിവ കൊണ്ട് 4 പേരെ ആക്രമിച്ച ഋതുവിന്റെ വസ്ത്രത്തിൽ രക്തപ്പാടുകളൊന്നും ഇല്ലായിരുന്നു. തുടർന്ന് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഋതു ശാന്ത സ്വഭാവക്കാരനായാണ് കാണപ്പെട്ടത്. ചോദിക്കുന്നതിന് മാത്രമാണ് ഇയാൾ ഉത്തരം നൽകിയതും. തങ്ങളെ ശല്യപ്പെടുത്തിയെന്നാരോപിച്ച് അയൽ വീട്ടുകാർ കഴിഞ്ഞ നവംബറിൽ ഋതുവിനെതിരെ പോലീസിന് പരാതി നൽകിയിരുന്നു. ഋതു ബാംഗ്ലൂരുവിൽ നിന്നും നാട്ടിലെത്തിയത് 2 ദിവസം മുമ്പാണ്. വ്യാഴാഴ്ച വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് ഋതുവിന്റെ കമ്പിവടിയുടെ അടിയേറ്റ് കൊല്ലപ്പെട്ടത്. മരുമകൻ ജിതിനാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഋതുവിന്റെ ആക്രമണങ്ങളെ തുടർന്ന് പോലീസിൽ പലതവണ പരാതിപ്പെട്ടിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഇയാൾ മാനസിക ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും ആരോപണങ്ങളുണ്ട്. അയൽവാസികളുമായി നിരന്തരം തർക്കമുണ്ടായിരുന്ന ഋതു സംഭവ ദിവസവും തർക്കത്തിൽ ഏർപ്പെട്ട ശേഷമാണ് കൊലപാതകം നടത്തിയത്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിയുടെ പേരിൽ മുമ്പ് 3 കേസുകളുണ്ട്. 2 തവണ റിമാൻഡിലായിരുന്നതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ലഹരി ഉപയോഗിച്ചായിരുന്നു പ്രതി നിരന്തരം ശല്യമുണ്ടാക്കിയിരുന്നതെന്ന് അയൽവാസികൾ പറയുന്നുണ്ട്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ഋതു ജിത്തുവിന്റെ വീട്ടിലെത്തിയത്. ബൈക്കിന്റെ സ്റ്റമ്പ്, 2 കത്തി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇയാൾ 4 അംഗ കുടുംബത്തെ ആക്രമിച്ചത്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു 4 പേരുമെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. പ്രതിക്ക് വേണുവിന്റെ കുടുംബവുമായി നേരത്തെ തർക്കമുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നുണ്ട്. ഇയാൾക്കെതിരെ വേണുവും കുടുംബവും നേരത്തെ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. സ്കൂൾ കാലം മുതൽ ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നുവെന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത്. തങ്ങളെ ശല്യപ്പെടുത്തി എന്നാരോപിച്ച് അയൽ വീട്ടുകാർ കഴിഞ്ഞ നവംബറിലാണ് ഋതുവിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ അതിലൊന്നും നടപടിയൊന്നും ഉണ്ടായില്ല. പോലീസ് വിളിച്ചു വരുത്തിയ ഋതുവിന് മാനസിക ചികിത്സ നൽകാമെന്ന അച്ഛന്റെ ഉറപ്പിൽ വിട്ടയക്കുകയായിരുന്നു. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനാൽ കൃത്യമായ ഇടവേളകളിൽ ഇയാളെ നിരീക്ഷിച്ചിരുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത്.